ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ബ്ലാക്ക് ബീഡിനെ കുറിച്ചാണ്. നമുക്കറിയാം ബ്ലാക്ക് ബീഡ് വൺ പീസിൽ തന്നെ വൺ ഓഫ് ദ മിസ്റ്റീരിയസ് ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ബ്ലാക്ക് ബീഡിനെ കുറിച്ചുള്ള കുറച്ച് തിയറീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എന്നാൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, ഞാനൊരു ഓൺലൈനായിട്ട് ഷോപ്പിംഗ് നടത്തുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് ആനിമേ ടീഷർട്ട്സ് അതുപോലെ ആനിമേ ടോയ്സ് ഇതൊക്കെ കിട്ടുന്നതാണ്. വളരെ കുറഞ്ഞ റേറ്റിൽ കിട്ടുമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. നിങ്ങളതൊന്നും വാങ്ങണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കത് ഒരു ജെന്യൂനായിട്ടുള്ളതാണോ അല്ലെന്നൊന്നും ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങുക. അപ്പോൾ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്കിൽ മാത്രം വാങ്ങുക. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഞാനതൊന്നും ഇതുവരൊന്നും വാങ്ങിയിട്ടില്ല. എന്നാൽ അത് വിട്ടേക്ക്. എന്നാൽ നമുക്ക് നേരിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത നിങ്ങൾ കൂട്ടുകാരുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെലൈക്കൺ നമുക്ക് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് വെച്ചേക്ക്. നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ബ്ലാക്ക് ബീഡിനെ കുറിച്ചാണ്. നമുക്കറിയാം വൺ പീസിൽ നിന്ന് വൺ ഓഫ് ദ മിസ്റ്റീരിയസ് ക്യാരക്ടറാണ് ബ്ലാക്ക് ബീഡ്. നമുക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ബ്ലാക്ക് ബീഡിനെ ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസർ ആയിരുന്നു തന്നെ നമ്മുടെ സോറോയും ലൂഫിയും പറയുന്നുണ്ട് ഇത് അയാളല്ല, അത് അവരാണെന്ന്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായില്ല. ഞാൻ ആ ടൈമിൽ ബ്ലാക്ക് ബീഡിനെ കാണിച്ച ആ ടൈമിൽ ബ്ലാക്ക് ബീഡ് വേറൊരു റാൻഡം ക്യാരക്ടർ ആയിരിക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നെയാണ് നമുക്ക് ബ്ലാക്ക് ബീഡിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നത്. ബ്ലാക്ക് ബീഡിൻ്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ ബ്ലാക്ക് ബീഡിനെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായി മാറ്റുന്നുണ്ട്. അതെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയോ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. അങ്ങനെ അവർ പറയാൻ കാരണം എന്താണ്? ഞാൻ ആദ്യം വിചാരിച്ചത് ബ്ലാക്ക് ബീഡിൻ്റെ ക്രൂ അവിടെ ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. പക്ഷേ അതല്ല. പിന്നീട് ഇതിനെപ്പറ്റി ഒരുപാട് തിയറീസ് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് ബ്ലാക്ക് ബീഡിനുള്ളിൽ 3 സോൾസ് ഉണ്ടെന്ന്. അതുകൊണ്ടാണ് നമ്മുടെ ബ്ലാക്ക് ബീഡിന് 2 ഡെവിൾ ഫ്രൂട്ട് കഴിക്കാൻ പറ്റിയത്. ഇനി ഒന്നുകൂടെ കഴിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നത്. ഇത് എത്രമാത്രം സത്യമായിട്ടുള്ളതാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇതുവരെ നമ്മുടെ വൺ പീസിൽ വന്ന ചില തിയറീസൊക്കെ സത്യമായിട്ടുണ്ട്, നമ്മൾ പ്രൊഡക്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഈ തിയറി സത്യമാകാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ബ്ലാക്ക് ബീഡിനെ സംബന്ധിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഒരു 3ലാണ് അവസാനിക്കുന്നത്. നമുക്കറിയാം ബ്ലാക്ക് ബീഡിന് 3 പല്ലിൽ, അതുപോലെ തന്നെ താടി ചില സമയത്ത് 3 നൈറ്റ് കാണാം. അതുപോലെ തന്നെ ബ്ലാക്ക് ബീഡിന് 3 ഷിപ്പ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലാക്ക് ബീഡ് ഒരു പക്ഷേ 3 സോൾസ് ഉള്ളൊരു അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലാക്ക് ബീഡിന് ഒരു പക്ഷേ 3 സോൾ ഉണ്ടാകാം. അതുമാത്രമല്ല നമ്മുടെ ബ്ലാക്ക് ബീഡ് പലപ്പോഴും പല ക്യാരക്ടറായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചില സമയത്ത് സീരിയസ് ആയിട്ട്, അതുപോലെ തന്നെ ചില സമയത്ത് വെറും ഫണ്ണി ആയിട്ട്, ചില സമയത്ത് ഒരു കവേർഡായിട്ടും നമ്മുടെ ബ്ലാക്ക് ബീഡിനെ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ ഒരു പക്ഷേ നമ്മുടെ ബ്ലാക്ക് ബീഡ് തൻ്റെ ക്യാരക്ടർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നതായിരിക്കാം. അതുമാത്രമല്ല നമ്മുടെ ബാഗി പറയുന്നുണ്ട് നമ്മൾ ബ്ലാക്ക് ബീഡ് ഉറങ്ങാറില്ലെന്ന്. ഇതിന് കാരണം ഇതായിരിക്കാം, നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ മറ്റ് 2 സോൾസ് ബ്ലാക്ക് ബീഡിൻ്റെ ബോഡി ടേക്ക് ഓവർ ചെയ്യുമ്പോൾ മറ്റ് സോൾസ് ഉറങ്ങുമായിരിക്കും. അതുകൊണ്ടായിരിക്കും നമ്മുടെ ബ്ലാക്ക് ബീഡ് ഉറങ്ങില്ലെന്ന് ബാക്കി പറയാൻ കാരണം. ഇതൊക്കെ ഈ തിയറി സത്യമാണ് എന്നതിലേക്ക് തന്നെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിയറി സത്യമാകാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ബ്ലാക്ക് ബീഡിനെ സംബന്ധിച്ചുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള തിയറിയാണ് നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ സോൾസിൽ ഒന്നും നമ്മുടെ റോക്സ്ലി സെബക്കിൻ്റെ സോളാണ്. ഒരു പക്ഷേ ഈ തിയറി സത്യമാകാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാക്ക് ബീഡിന് നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ ആദ്യത്തെ ഫ്രൂട്ടായ ഡാർക്ക് ഫ്രൂട്ടിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അതുമാത്രമല്ല ബ്ലാക്ക് ബീഡ് നമ്മുടെ ഷാങ്സുമായിട്ട് ഫൈറ്റ് ചെയ്തു. അപ്പോൾ ഷാങ്സിൻ്റെ മുഖത്തൊരു സ്കാർ കൊടുത്തിട്ടുണ്ട്. അതൊരു പക്ഷേ നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ ബോഡി റോക്സിൻ്റെ സോളിൽ ടേക്ക് ഓവർ ചെയ്തപ്പോഴായിരിക്കും നമ്മുടെ ഷാങ്സിൻ്റെ മുഖത്ത് ആ സ്കാർ കൊടുക്കാൻ പറ്റിയത്. അതായത് ആ ടൈമിൽ ബ്ലാക്ക് ബീഡിന് എനിക്ക് തോന്നുന്നില്ല ഷാങ്സിന് മുഖത്തൊരു സ്കാർ കൊടുക്കാനുള്ള പവർ ഉണ്ടെന്ന്. അതുമാത്രമല്ല നമ്മുടെ ഷാങ്സ് എപ്പോഴും നമ്മുടെ ബ്ലാക്ക് ബീഡിനെ നല്ല രീതിക്ക് ശ്രദ്ധിക്കുന്നതും നമുക്ക് കാണാം. അതിൻ്റെ ഒരു കാരണം ഒരു പക്ഷേ നമ്മുടെ ഷാങ്സ് ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാകും നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ ഉള്ളിൽ നമ്മുടെ റോക്സ്ലി സെബക്കിൻ്റെ സോൾ ഉണ്ടെന്നുള്ളത്. അതുകൊണ്ടായിരിക്കും നമ്മുടെ ഷാങ്സ് എപ്പോഴും ബ്ലാക്ക് ബീഡ് നല്ല രീതിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മുടെ ഷാങ്സും ബ്ലാക്ക് ബീഡും തമ്മിലുള്ളൊരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഫൈറ്റിൽ വേണമെങ്കിൽ നമ്മുടെ ഷാങ്സ് വിജയിക്കുകയും ചെയ്യും. പക്ഷേ ഷാങ്സ് ഡിഫീറ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ 3 സോൾസിൽ ഏതെങ്കിലും ഒരു സോളിനായിരിക്കും. എന്തായാലും നമ്മുടെ വൺ പീസിൻ്റെ മാങ്ക അങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആകും. അപ്പോൾ അതുവരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു കാര്യം മാത്രമാണ്, വെയിറ്റ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മാങ്ക ഇറങ്ങുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാകും. അതുപോലെ നമ്മൾ ഇതുപോലെ തിയേഴ്സ് വിശ്വസിച്ച് നടക്കാമെന്നല്ലാണ്ട് വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പിന്നെ വീഡിയോ അവസാനിക്കുന്നതിനൊരു കാര്യം, ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആനിമേ വാട്സപ്പ് ഗ്രൂപ്പിലെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കാർക്കെങ്കിലും അത് കയറാൻ താല്പര്യമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എന്നെ ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ കയറാൻ താല്പര്യമുള്ള ഗ്രൂപ്പിലും കയറുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കൂടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത്തരത്തിൽ ബെലൈക്കൺ അനുഭവിച്ച് ഓൾ നോട്ടിഫിക്കേഷൻ എത്തിക്കുക. എന്നാൽ മറ്റൊരു കാണുന്നത് വരെ ബൈ ബൈ.